ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കാണും. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വഴി കിട്ടും. അപ്പോൾ ഞാനിന്നൊരു അടിപൊളി നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം സാധാരണ നൂഡിൽസ് അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു സ്പെഷ്യൽ നൂഡിൽസാണ്. എന്താണ് ആ നൂഡിൽസ് എന്ന് നമുക്ക് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ്, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതെല്ലാം നമുക്ക് എടുക്കാം. നമുക്ക് എന്നിട്ടൊരു പാൻ എടുക്കാം. പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഞാനിവിടെ എടുക്കുന്നത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ തന്നെ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടായി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3-4 ഗാർലിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ബീൻസാണ്. ബീൻസ് നീളത്തിനാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. അതും ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഓപ്ഷനാണ്. നിങ്ങൾക്ക് പച്ചമുളക് കൊച്ചുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഇടണ്ട. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ക്യാബേജാണ്. ക്യാബേജ് ഞാൻ നല്ല നീളത്തിനാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതും നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം ഏകദേശം ഒരു ഈക്വൽ പ്രപ്പോർഷന് എടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എല്ലാം ഒരേപോലെ കിട്ടും. നമുക്ക് പിന്നെ ക്യാരറ്റാണ്. ക്യാരറ്റും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട. പിന്നെ നമ്മൾ സവാള, ഒരു കുറച്ച് സവാള ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അതും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എരിവിനാവശ്യമായ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ കുരുമുളക് പൊടി എന്തായാലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം സോട്ട് ചെയ്ത് നമുക്കൊരു 2 മിനിറ്റ്സ് എങ്കിലും നമുക്കത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റ്സ് ഒന്ന് വേവിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം ഇടാം. എൻ്റെ കയ്യിലുള്ളതാണ് ഞാനിട്ടത്. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോസ്, സോയയുടെ സോസാണ്. സോയാ സോസ് ഞാനൊരു സ്പൂണിൽ എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് കുക്കായി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് സമയമൊന്നും അടച്ച് വെക്കുന്നില്ല, ഒരു 1 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം. ഇപ്പം നമ്മൾ പച്ചക്കറികളൊക്കെ ഒരുപാട് വേവിച്ച് നമ്മൾ കഴിക്കാൻ കാര്യമില്ല പച്ചക്കറികൾ. അപ്പം ഒരു കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ട് കൊടുത്ത് നമ്മളെ പച്ചക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഇനി നൂഡിൽസ് റെഡിയാക്കുന്നത്. നൂഡിൽസിന് ആവശ്യമായ വെള്ളം ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 3 ഗ്ലാസോളം വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചക്കറികളാണ്. എല്ലാം നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. നൂഡിൽസിൽ ഉപ്പ് ഉണ്ടായിരിക്കും, എന്നാലും ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സാധനം നൂഡിൽസ്. ഇത് ഒരു പ്രമോഷനൊന്നുമല്ല, RCMൻ്റെ നൂഡിൽസാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നൂഡിൽസാണ്. കാര്യം സാധാരണ നൂഡിൽസ് പോലെ ഇതിൽ മൈദയല്ല, ഇതിൽ വീറ്റാണ്. പിന്നെ അതുപോലെ തന്നെ സോയ പ്രോട്ടീൻ, അതുപോലെ പീ പ്രോട്ടീൻ, ഇതൊക്കെ റിച്ച് ആയിട്ടുള്ളൊരു നൂഡിൽസാണ്. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു കുറച്ച് നൂഡിൽസ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഞാൻ നല്ല പ്രസ് ചെയ്തിട്ടാണ് അത് പൊട്ടിച്ചിട്ടത്. അതാണ് ഇതെല്ലാം ഒറ്റയായിട്ട് വന്നത്, അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാനത് ഒരു 3 പാക്കറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ 3 പാക്കറ്റ് നമ്മളിവിടെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ച് ഓയിലും കൂടെ അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് ഓയിൽ. നിങ്ങൾക്കത് ചൂടായി വരുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ നൂഡിൽസ് ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നൂഡിൽസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു പാക്ക് കിട്ടും. ഇതൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു വളരെ നല്ലൊരു മസാലയാണ്, നല്ല ഹൈ റിച്ച് പ്രോട്ടീനുള്ള മസാലയാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ടൈപ്പുള്ള ഒരു മസാലയല്ല. ഞാനപ്പോൾ അതും ഇവിടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്കാക്കാവുന്നതുകൊണ്ട് 2 മിനിറ്റ്സ് തന്നെ ഇതും നൂഡിൽസ് കുക്ക് ചെയ്യാൻ സമയം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നൂഡിൽസ് ഇവിടെ വെള്ളമൊക്കെ അങ്ങ് വാന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന്
ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ കുറച്ച് മസാലയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം വെജിറ്റബിൾസിലോട്ട് നമ്മളങ്ങനെ മസാല ഇട്ടിട്ടില്ലല്ലോ, അപ്പം വെജിറ്റബിൾസിലൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസാലയും കൂടെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ നൂഡിൽസിൽ മസാല എല്ലാം ഒക്കെ പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നോക്കാം. നല്ല അടിപൊളി നല്ല ജ്യൂസി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അവിടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് മക്കൾക്ക് കൊടുക്കാനല്ലേ, അപ്പോൾ നമുക്കൊരു മുട്ടയും കൂടെ ഞാൻ ചിക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട വേണമെങ്കിൽ മുട്ട എടുക്കാതെയും നമുക്ക് ഇടാം, ഒരു ഓപ്ഷനാണ്. ഞാൻ അപ്പോൾ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ഹെൽത്തി റിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ളൊരു നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഞാനിവിടെ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്